മൈ ഗോഡ്, എന്ത് കാലാവസ്ഥ! ഇതുപോലെ ഒരു മോണിറ്ററി ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ വാട്ട് എ ഹോട്ട്! നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിശബ്ദം പ്രവർത്തിക്കുന്നവരോട് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഓടണമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. സ്വല്പം മാറ്റേ. ആളുകളുടേതായ ഈ കാലഘട്ടം ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കഴിവുള്ള ഭൂരിപക്ഷം ഞാൻ ശാരദാംബിക മെമ്മോറിയൽ HSലെ സ്റ്റാഫാണ്. പുഷ്കരൻ, MK പുഷ്കരൻ. താനിത് എവിടെ പോയി കിടക്കായിരുന്നോ? പോയി ഒരു നാരങ്ങ വാങ്ങിച്ചോണ്ടോ? ഏർപ്പാടാക്കാം. താൻ പോയി വാങ്ങിച്ചോണ്ട് വന്നാ മതി. 2 എണ്ണം ആയിക്കോട്ടെ. അസിഡിറ്റിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള ആള് നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാ. 1 എണ്ണം മതി കേട്ടോ. പുഷ്കു എന്റെ സ്കൂളിലെ പ്യൂണാ. പ്യൂൺ സ്റ്റാഫാണ്. കാലൊന്നും മറ്റു ഇടയ്ക്കിടെ യുദ്ധം ഉണ്ടാവുകയും പരസ്പരം വേല വെക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടോ ഇരു കൂട്ടരും തമ്മി തല്ലിയത് മിച്ചം. ഇന്ത്യ ചരിത്രം എന്നല്ല, ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കൊരു സൈലൻസ്, സ്റ്റാൻഡപ്പ്. എന്റെയും കൂടെ വില കളയാതെ പോടും. ആളവരുടെ എപ്പോഴും പിള്ളേർ കൂടെ കാണില്ല. പെണ്ണിനോ പണത്തിനോ വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ഉണ്ടാകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഗണേഷ്, ചെയ്തൊന്ന് കാണിക്കൂ. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? ദൂരെ കിഴക്കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക. എന്താ ഇത്? സ്റ്റാഫ് മീറ്റിംഗിന് നോട്ടീസ് അല്ലേ ഇതോ? അയ്യോ, ഇത് മാറിപ്പോയി. ഇത് ഞാൻ എഴുതിയ ഒരു നാടകഗാനമാ. ഇതാ നോട്ടീസ്. ടീച്ചർക്ക് നാടകഗാനം ഇഷ്ടമാണോ? കൈ വിടൂ അങ്കിൾ, വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കുന്നേ പ്ലീസ്, വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കേ. ഇനിയും ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പകരം നീ എനിക്കെന്ത് തരും? അങ്കിളിന്റെ കവിളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ. കവളത്ത് ഒറ്റ അടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ. അയ്യോ അങ്കിൾ, ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. വല്ല സംഭവിച്ചോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇല്ല. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? രേവതി കൊണ്ടുപോയപ്പോഴും ഓടിക്കുന്നില്ലേ? ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.